നമസ്കാരം. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കുറേ കാലമായിട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2025 മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായിട്ട് വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ സെയിൽസ് റിപ്പോർട്ട്, അതായത് ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ട് നോക്കാം. ജൂൺ 3 വാഹൻ എന്ന് പറഞ്ഞ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് നമ്മളിപ്പം 2 വീലറിൻ്റെ 4 വീലറിൻ്റെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ടോപ്പ് 10 ലിസ്റ്റിലുള്ള എല്ലാ വണ്ടികളും നമുക്ക് കേരളത്തിൽ വാങ്ങാൻ ലഭിക്കും. പക്ഷേ ഓട്ടോറിക്ഷകളുടെ കാര്യത്തിലേക്ക് വരുമ്പം ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്ന പല വണ്ടികളും നമുക്ക് കേരളത്തിൽ വാങ്ങാൻ കിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഓട്ടോറിക്ഷകളിൽ പാസഞ്ചർ വണ്ടികളുണ്ട്, ഗുഡ്സ് വണ്ടികളുണ്ട്. അപ്പം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ടും വേറെ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ടോട്ടൽ സെയിൽസ് ആണ് പറയുന്നത് കേട്ടോ. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത് 40,635 ഓട്ടോറിക്ഷകളാണ്. അതേ സ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടന്നത് 39,522 ഓട്ടോറിക്ഷകളായിരുന്നു. മാസാമാസ വിൽപ്പനയിൽ 3% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 മെയ് മാസത്തിൽ 41,127 ഓട്ടോറിക്ഷകൾ വിൽപ്പന നടത്താൻ സാധിച്ചിരുന്നു. ഒരു കൗതുകത്തിന് നമുക്ക് എല്ലാ ഓട്ടോറിക്ഷകളുടെയും മൊത്തം സെയിൽസ് നോക്കാം അല്ലേ, അതായത് ഇലക്ട്രിക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഓട്ടോറിക്ഷകളും. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി 1,04,448 ഓട്ടോറിക്ഷകളാണ് വിറ്റുപോയത്. ഇതിൽ ഇലക്ട്രിക്കും CNGയും ഡീസലും LPGയും അതുപോലെ തന്നെ പെട്രോളും ഒക്കെ പെടും കേട്ടോ. അപ്പം മൊത്തം ഓട്ടോറിക്ഷകളുടെ, അതായത് 1,04,448 നിന്നും 40,635 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ കുറച്ചാൽ ബാക്കി വരുന്നത് 63,813 ഓട്ടോറിക്ഷകളാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മെയ് മാസത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ മാത്രം വിൽപ്പന നടത്തിയത് 40,635 യൂണിറ്റുകളാണ്. അതേ സ്ഥാനത്ത് CNGയും ഡീസലും LPGയും പെട്രോളും എല്ലാവരും കൂടി ചേർന്ന് വിൽപ്പന നടത്തിയത് 63,813 ഓട്ടോറിക്ഷകളും. എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറുന്നു എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണിത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 2 വർഷം കൊണ്ട് തന്നെ ഓട്ടോറിക്ഷകളുടെ മൊത്തം വിൽപ്പനയുടെ 50% കൂടുതലും ഇലക്ട്രിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിയല്ലേ? ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. അതുപോലെ തന്നെ കേരളത്തിൽ ലഭ്യമല്ലാത്ത വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ സമയവും കളയുന്നില്ല. പിയാജിയോ ആണ് 10ാം സ്ഥാനത്തുള്ളത്. ഏപ്രിൽ മാസത്തിൽ 1,143 ഓട്ടോറിക്ഷകൾ വിൽപ്പന നടത്താൻ സാധിച്ച പിയാജിയോന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1,036 ഓട്ടോറിക്ഷകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 9% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 25% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനർജി ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് 9ാം സ്ഥാനത്തുള്ളത്. 1,142 ഓട്ടോറിക്ഷകളാണ് അവർ മെയ് മാസത്തിൽ വിൽപ്പന നടത്തിയത്. യുണീക്ക് ഇന്റർനാഷണൽ ആണ് 8ാം സ്ഥാനത്തുള്ളത്. 1,143 ഓട്ടോറിക്ഷകളാണ് മെയ് മാസത്തിൽ ഇവർ വിൽപ്പന നടത്തിയത്. മിനി മെട്രോ ആണ് 7ാം സ്ഥാനത്തുള്ളത്. 1,190 ഓട്ടോറിക്ഷകളാണ് മെയ് മാസത്തിൽ ഇവർ വിൽപ്പന നടത്തിയത്. ഞാനിപ്പോൾ പറഞ്ഞ 9ഉം 8ഉം 7ഉം സ്ഥാനത്തുള്ള ഓട്ടോറിക്ഷകളൊന്നും കേരളത്തിൽ ലഭിക്കുന്ന വണ്ടികളല്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. TVS ആണ് 6ാം സ്ഥാനത്തുള്ളത്. കേരളത്തിൽ ഇവർ കിങ് എന്ന പേരുള്ള വണ്ടികളാണ് വിൽപ്പന നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ 1,207 ഓട്ടോറിക്ഷകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVSന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1,582 ഓട്ടോറിക്ഷകളാണ്. മാസാമാസ വിൽപ്പനയിൽ 31% മികച്ച വളർച്ച കൈവരിക്കാൻ TVS കിങ്ങിന് സാധിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വിഭാഗത്തിൽ ഇവർ പുതിയതായതുകൊണ്ട് തന്നെ വാർഷിക വിൽപ്പനയുടെ കണക്ക് ലഭ്യമല്ല കേട്ടോ. ദില്ലി ഇലക്ട്രിക് ഓട്ടോ ആണ് 5ാം സ്ഥാനത്തുള്ളത്. 1,734 ഓട്ടോകളാണ് മെയ് മാസത്തിൽ ഇവർ വിൽപ്പന നടത്തിയത്. സയാറ ഓട്ടോ ആണ് 4ാം സ്ഥാനത്തുള്ളത്. 2,004 ഓട്ടോറിക്ഷകളാണ് മെയ് മാസത്തിൽ ഇവർ വിൽപ്പന നടത്തിയത്. YC ഇലക്ട്രിക് ആണ് 3ാം സ്ഥാനത്തുള്ളത്. 3,685 ഓട്ടോറിക്ഷകളാണ് മെയ് മാസത്തിൽ ഇവർ വിൽപ്പന നടത്തിയത്. ഇപ്പൊ പറഞ്ഞ 5, 4, 3 സ്ഥാനത്തുള്ള വണ്ടികളൊന്നും കേരളത്തിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള 2 കമ്പനികളും 1ാം സ്ഥാനക്കാരും 2ാം സ്ഥാനക്കാരും തമ്മിൽ വളരെ മികച്ച പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബജാജ് ഓട്ടോ ആണ് 2ാം സ്ഥാനത്തുള്ളത്. RE ഇലക്ട്രിക്, ഗോഗോ എന്നീ വണ്ടികളാണ് ബജാജ് കേരളത്തിൽ വിൽപ്പന നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ 5,509 ഓട്ടോകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജിന് മെയ് മാസത്തിൽ 6,293 ഓട്ടോകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 14% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 167% വളരെ മികച്ച വളർച്ചയാണ് ബജാജ് കൈവരിച്ചിരിക്കുന്നത്. മഹീന്ദ്രയാണ് 1ാം സ്ഥാനത്തുള്ളത്. ട്രിയോ എന്ന് പറഞ്ഞ പാസഞ്ചർ ഓട്ടോറിക്ഷയാണ് അവർ കേരളത്തിൽ വിൽപ്പന നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ 5,640 ഓട്ടോകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് മെയ് മാസത്തിൽ 6,697 ഓട്ടോറിക്ഷകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 19% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. അതേപോലെ വാർഷിക വിൽപ്പനയിലും 48% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ മഹീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ കേട്ടോ. ഹൈക്കണ്ട ഹെട്ടോ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ മോൺട്ര, OSM,
ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷ KAL, അത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ്. ബോക്സി അതുപോലെയുള്ള ഓട്ടോറിക്ഷകളും കേരളത്തിൽ വിൽപ്പന നടത്തുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും ടോപ്പ് 10 ലിസ്റ്റിൽ ഇല്ലെന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് 25 ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 23-ാം സ്ഥാനത്ത് നമുക്ക് മോണ്ട്രേനെ കാണാൻ സാധിക്കും. TI ക്ലീൻ മൊബിലിറ്റി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ബാക്കി എല്ലാ കമ്പനികളും 25-ാം സ്ഥാനത്തിനും താഴെയാണ്. 498 ഓട്ടോറിക്ഷകളാണ് മോണ്ട്ര മെയ് മാസത്തിൽ വിൽപ്പന നടത്തിയത്. ഇതേപോലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളുടെയും സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.